ദൈവജനമേ, പെസഹ വ്യാഴാഴ്ചയുടെ ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സ് തിരിയുമ്പോൾ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴുകിയ പാദങ്ങളെക്കാൾ വലിയൊരു മാതൃക വേറെയില്ല. തൻ്റെ ഉറ്റ ശിഷ്യനായിരുന്ന യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പൂർണ്ണമായി അറിഞ്ഞിട്ടും അവൻ്റെ പാദങ്ങൾ കഴുകാൻ കർത്താവ് തയ്യാറായി. ആ പാദങ്ങൾ തന്നെ തടവിലാക്കാൻ വരുന്ന പടയാളികളെ നയിക്കാനുള്ളതായിരുന്നു. ആ പാദങ്ങൾ സ്നേഹത്തെ വെറുപ്പിനും ഗുരുവിനെ പണത്തിനുമായി വിൽക്കാൻ പോകുന്ന പാതകളിലേക്ക് നടക്കാനുള്ളതായിരുന്നു. എന്നിട്ടും യേശു സ്നേഹത്തോടെയും താഴ്മയോടെയും ആ പാദങ്ങളെയും ശുദ്ധീകരിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. യൂദാസിനെ പോലെ പലപ്പോഴും നമ്മളും കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരല്ലേ? നമ്മുടെ പാപങ്ങളിലൂടെയും അശുദ്ധമായ ചിന്തകളിലൂടെയും സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തിലൂടെയും നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അവിടുത്തെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നില്ലേ? എന്നിട്ടും അവിടുന്ന് നമ്മെ തള്ളിപ്പറയുന്നില്ലല്ലോ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ അവിടുന്ന് അന്തിമമായി നമുക്ക് വേണ്ടി കുരിശിൽ മരണം വരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ മാലിന്യം കഴുകിക്കളയുന്നു. യൂദാസിനെ പോലും സ്നേഹിക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ വഞ്ചിച്ചവരോട്, നമ്മുടെ ജീവിത പങ്കാളിയോടോ, മക്കളോടോ, മാതാപിതാക്കളോടോ, അയൽക്കാരോടോ, സുഹൃത്തുക്കളോടോ നമ്മൾ എന്തിന് പകവയ്ക്കണം? അവരുടെ പാദങ്ങൾ കഴുകി അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുൻപ് യൂദാസിൻ്റെ പാദങ്ങൾ കഴുകി ശുദ്ധീകരിച്ച യേശുവിനെ ഓർക്കാം. അതേ സ്നേഹവും ക്ഷമയുമാണ് നമ്മളും മറ്റുള്ളവർക്ക് നൽകേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ പകയുടെയും വെറുപ്പിൻ്റെയും മാലിന്യം കഴുകിക്കളഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാം. യൂദാസിനെ കഴുകിയ ആ സ്നേഹമാണ് നമ്മളുടെയും രക്ഷയുടെ വഴി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ഈശോയുടെ എളിമയുടെയും ക്ഷമയുടെയും പ്രതീകമായി മാറട്ടെ. ആമേൻ.